പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഒരു പ്ലാസ്റ്റിക് ബോട്ടിലിൽ എങ്ങനെയാണ് ഒരു വെള്ളച്ചാട്ടം ഉണ്ടാക്കേണ്ടത് എന്ന് നമുക്ക് നോക്കാം. ഇതിനായി വേണ്ട സാധനങ്ങൾ ഒരു പ്ലാസ്റ്റിക് ബോട്ടിലാണ്. ആദ്യം ഈ ബോട്ടിൽ എടുത്ത് അതിൻ്റെ ലിഡിൽ ഒരു വലിയ ദ്വാരവും അതിൻ്റെ അടിഭാഗത്ത് ഒരു ചെറിയ ദ്വാരവും ഉണ്ടാക്കുക. പിന്നീട് ഒരു പ്ലാസ്റ്റിക് ഡ്രോപ്പർ എടുക്കുക. ഈ പ്ലാസ്റ്റിക് ഡ്രോപ്പറിലെ ബൾബ് അതിൻ്റെ ട്യൂബുമായി സെപ്പറേറ്റ് ചെയ്യുക, അടർത്തി മാറ്റുക. നമുക്ക് ആവശ്യം ഈ ട്യൂബ് മാത്രമാണ്. ഈ ട്യൂബിൻ്റെ മുകൾ ഭാഗത്തൊരു വലിയ ദ്വാരവും അടിഭാഗത്തൊരു ചെറിയ ദ്വാരവുമുണ്ട്. ചെറിയ ദ്വാരമുള്ള ഭാഗം ലിഡിൻ്റെ അകത്തോട്ട് കയറ്റി പ്ലാസ്റ്റിക് ബോട്ടിലിൻ്റെ അകത്തോട്ട് കയറ്റുക. നോക്കൂ, ഇതുപോലെ. അതിനുശേഷം ഒരു വലിയ ജാറിൽ വെള്ളമെടുത്ത് നമ്മുടെ പ്ലാസ്റ്റിക് ബോട്ടിൽ അതിൻ്റെ അകത്തോട്ട് ഇതുപോലെ ഇടുക. അടിവശത്തെ ദ്വാരം തുറക്കുമ്പോൾ ഇതാ വെള്ളം അകത്തോട്ട് തള്ളിക്കയറുന്നത് കാണാം. അത് അടയ്ക്കുമ്പോൾ വെള്ളം നിൽക്കുന്നു. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? കാരണം അടിവശത്ത്, അതായത് മുകൾ വശത്ത് ഉള്ള ദ്വാരം, വലിയ ദ്വാരത്തിൽ വെള്ളത്തിൻ്റെ പ്രഷർ കൂടുതലാണ്. അടിവശത്ത് നമ്മൾ ഉണ്ടാക്കിയ ദ്വാരം, ചെറിയ ദ്വാരത്തിൽ വെള്ളത്തിൻ്റെ പ്രഷർ കുറവാണ്. നോക്കൂ, ഇതുപോലെ തുറക്കുമ്പോൾ വെള്ളം അകത്തോട്ട് കയറുന്നു, അടയ്ക്കുമ്പോൾ വെള്ളം നിൽക്കുന്നു. വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു കളിപ്പാട്ടമാണിത്. ഇതിനാവശ്യമുള്ള സാധനങ്ങളും വളരെ സുലഭമായി നമ്മുടെ വീടുകളിൽ കാണുന്ന വസ്തുക്കളാണ്. നോക്കൂ, എന്ത് രസകരമായ ഒരു കളിപ്പാട്ടമാണിതെന്ന്.